മൂന്നാർ കല്ലാർ മാലിന്യ പ്ലാന്റിൽ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷിച്ച് കാട്ടാനകൾ. മാലിന്യ പ്ലാന്റിലേക്ക് ആനകൾ എത്താതിരിക്കാൻ നടപടി മൂന്നാർ പഞ്ചായത്ത് സ്വീകരിക്കുന്നില്ല എന്നാണ് തൊഴിലാളികളുടെ പരാതി. ആശങ്കയോടെയാണ് മാലിന്യ പ്ലാന്റിലെ തൊഴിലാളികൾ ഈ ജോലി അവിടെ ചെയ്യുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നില്ല, ഈ മാലിന്യമാണ് ഈ കാട്ടാനകൾ ഭക്ഷിക്കുന്നത്. ഇപ്പോൾ കല്ലാറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ വിജയൻ, വിവരങ്ങൾ. ഇസ്കൈൻ, ഈ കല്ലാർ മാലിന്യ പ്ലാന്റിൽ നേരത്തെ പടയപ്പ എന്ന കാട്ടാന മാത്രമായിരുന്നു എത്തിയിരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷിക്കുന്ന ദൃശ്യങ്ങൾ നേരത്തെ നമ്മൾ കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കൂടുതൽ കാട്ടാനകൾ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിലേക്ക് എത്തുന്നു. ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് കൂടുതലായും എത്തുന്നത് എന്നുള്ളതാണ് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ പറയുന്നത്. അവിടെ ജോലി ഉൾപ്പെടെ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഈ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെ ഭക്ഷിക്കുന്നത് കൊണ്ട് കാട്ടാനകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകാമെന്നുള്ളൊരു കണക്കുകൂട്ടൽ കൂടി വനം വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രമല്ല, നേരത്തെ ഈ കല്ലാർ മാലിന്യ പ്ലാന്റിലേക്ക് കാട്ടാനകൾ കയറാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് പറഞ്ഞിരുന്നത്. വനം വകുപ്പും പഞ്ചായത്തും നടത്തിയ സംയുക്തമായിട്ടുള്ള യോഗത്തിൽ അതിന്റെ നടപടി പഞ്ചായത്ത് സ്വീകരിക്കണമെന്നായിരുന്നു ഒരു ധാരണ. അത് ഇതുവരെ നടപ്പായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ട് അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കുണ്ട് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടിയന്തരമായി വനം വകുപ്പും പഞ്ചായത്തും ഇതിൽ ഇടപെടൽ നടത്തി കാട്ടാനകളെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ അവിടുത്തെ ജീവനക്കാരെ സംരക്ഷിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും അവിടെ നിന്ന് ഉയരുന്ന ആവശ്യം. എസ് കെ.